തുടർന്ന് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചെമ്മാട് ഉന്നതിയിലെ മാത്തിനെ മന്ത്രി ഒ.ആർ. കേളു സന്ദർശിച്ചു. സംഭവത്തിൽ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ വയനാട് സ്വദേശികളായ അർഷിദ്, അഭിരാം എന്നിവർ പിടിയിലായി. കൽപ്പറ്റയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മറ്റ് 2 പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിർത്തികളിൽ പോലീസ് പരിശോധന കർശനമാക്കി. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ വയനാട് ജില്ലാ SP വിളിച്ചു, മാനന്തവാടി CIനെ വിളിച്ചു. അടിയന്തരമായിട്ട് ആ വിഷയത്തിൽ ഏർപ്പെടണം എന്നുള്ള കർശന നിർദ്ദേശം ഇന്നലെ കൊടുക്കുകയും ചെയ്തു. കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കാറ് കസ്റ്റഡിയിലെടുത്തു. അവർ ഒളിവിലാണ്. അപ്പോൾ അവരെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ മന്ത്രി എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അങ്ങോട്ട് പോകും ഗവൺമെൻറ്. പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ളൊരു യുവാവാണ്. അതുകൊണ്ട് നമുക്ക് അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് നടപടിയായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യമാണ് അവിടെ നടന്നത്. ഒരിക്കലും അങ്ങനെ നടക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആദിവാസി സമൂഹത്തോട് ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ പുരോഗമന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഈ പുരോഗമന സ്റ്റേറ്റ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.